ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ അക്കൗണ്ടിംഗ് ഓഫ് ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് നോക്കാം. ഓക്കെ, എന്താണ് ഷെയർ? ഷെയർ എന്താണ്? കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 84 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഷെയർ മീൻസ് ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ ഉള്ള ഷെയറിനെയാണ് ഷെയർ എന്ന് പറയുന്നത്, ഓഹരികളെയാണ് ഷെയർ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസുകളെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ മേ ബി ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ യൂണിറ്റ്സ് ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ആൻഡ് ഈച്ച് സച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ആസ് ഷെയർ. ഒരു കമ്പനിക്ക് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അങ്ങനെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 10 lakh rupeesന്റെ ഷെയർ ക്യാപിറ്റലാണ്. ദാറ്റ് വിൽ ബി ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ്, 1 lakh units of a fixed amount, that is ₹10 each. അപ്പോൾ ഈ ഓരോ യൂണിറ്റ്സിനെയും, ഈ 1 lakh യൂണിറ്റ്സിലെ ഓരോ യൂണിറ്റ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഷെയർ എന്ന് പറയാം. ഈ ഷെയറിന്റെ ഈ ഫിക്സഡ് വാല്യൂ, ഈ ₹10 എന്നുള്ളത്, that will be printed in the share certificate. That is normally called as nominal value of the share or face value of the share or par value of the share. ഇതിനെ നമുക്ക് നോമിനൽ വാല്യൂ എന്ന് പറയാം ഈ ₹10, അല്ലെങ്കിൽ അതിനെ പറയാം പാർ വാല്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം ഫേസ് വാല്യൂ എന്നൊക്കെ പറയാം. ഈ ₹10 കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റുമേൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ 1 lakh ഇതിനെയാണ്, അതായത് ഈ ₹10 lakh നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു 1 lakh ഷെയർസ് ഓഫ് ദിസ് 10 each. ഈ 1 lakhലെ ഓരോ യൂണിറ്റ്സിനെയും നമുക്ക് ഷെയർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഷെയർ. ഇനി ഒരു കമ്പനിക്ക് 2 തരത്തിലുള്ള ഷെയറുകൾ ഉണ്ടാവും. സെക്ഷൻ 43 ഓഫ് ദ കമ്പനീസ് ആക്ട്. ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൾ ബി ഓഫ് 2 kinds. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 2 തരം ഉണ്ടാവും. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും മറ്റത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മീൻസ് ഓൾ ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലാത്തതെല്ലാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പൊ എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് അറിയണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ടാവും. ദി ഹോൾഡേഴ്സ് ഓഫ് സച്ച് ക്യാപിറ്റൽ they carry or would carry a preferential rights with respect to 1 payment of dividend. ഇവർക്ക് ഡിവിഡൻഡ്, ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ലഭിക്കും ബിഫോർ the dividend is paid to the equity shareholders. And also they will have a right of repayment of capital in the event of winding up. കമ്പനി വൈൻഡ് അപ്പ് ആവുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാൾ മുമ്പ്, സർപ്ലസ് എമൗണ്ട്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാൾ മുമ്പ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഇങ്ങനെ 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സുകളാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, they enjoy preferential rights in the matter of payment of dividend and also repayment of capital in the event of winding up. Winding up സമയത്ത് they will be paid first. നോർമലി ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ചില കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഒന്ന്, any rights, any resolution which directly affects their rights. ഏതെങ്കിലും
അവരുടെ റൈറ്റ്സിനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും റെസൊല്യൂഷൻസ് പാസ്സാക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. അതേപോലെ റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ്, കമ്പനി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വൈൻഡിങ് അപ്പ് റെസൊല്യൂഷൻ, ആ സമയത്തും ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അതേപോലെ റെസൊല്യൂഷൻ ഫോർ റീപേയ്മെന്റ് ഓർ റിഡക്ഷൻ ഓഫ് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ റെഡ്യൂസ് ചെയ്യുന്നതിനോ റീപേയ്മെന്റ് ചെയ്യുന്നതിനോ മൂവ് ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷനിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള മീറ്റിങ്ങുകളിലൊന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഒന്നെന്താണ് വോട്ടിംഗ് റൈറ്റ്സ് ഡയറക്ട്ലി അഫക്ട്സ് ദ റൈറ്റ്സ്, their rights. അതേപോലെ റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ് ആൻഡ് റെസൊല്യൂഷൻ ഫോർ റീപേയ്മെന്റ് ഓർ റിഡക്ഷൻ ഓഫ് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇത് സെക്ഷൻ 47 ഓഫ് ദി കമ്പനീസ് ആക്ടിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നോർമലി ദേ വിൽ ഹാവ് റൈറ്റ് ടു വോട്ട് ഓൺ ഓൾ ദ റെസൊല്യൂഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ means all share capital which is not a preference share capital. ഈ preference share capital അല്ലാത്ത എല്ലാം equity share capital ആണ്. നമുക്ക് equity shares with voting rights ഇഷ്യൂ ചെയ്യാം. അതേപോലെ with differential rights, എന്തിന്റെ differential rights? In respect of dividend or voting. വോട്ടിങ്ങിലും ഡിവിഡൻസിലും ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസും ഇഷ്യൂ ചെയ്യാം. അത് കമ്പനീസ് ആക്ട് അത് പെർമിറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസുകൾ ഇഷ്യൂ ചെയ്യാൻ കമ്പനീസ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ചില ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് വോട്ടിങ്ങിൽ താല്പര്യം ഉള്ളവരായിരിക്കും, ഡിവിഡൻസിൽ താല്പര്യം ഇല്ലാത്തവരായിരിക്കും. ചില ആളുകൾ ഡിവിഡൻസിലായിരിക്കും അവരുടെ താല്പര്യം, അവർക്ക് ഈ കൺട്രോളിംഗിൽ താല്പര്യം ഇല്ലാത്തവരായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കമ്പനീസ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് വോട്ടിംഗ് or with differential rights as to dividend, voting or otherwise in accordance with such rules as may be prescribed. അതായത് ചാപ്റ്റർ 4 എന്ന് പറയുന്ന കമ്പനീസ് ആക്ടിലെ ചാപ്റ്റർ 4 എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്, അതിന്റെ റൂൾസ് ഉണ്ട്. സെക്ഷൻ 43യുടെ റൂൾസ് സബ്ജക്ട് ടു റൂൾ 4 ഓഫ് കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് റൂൾ 2014. ആ റൂൾസ് അനുസരിച്ച്, അതാണ് ഈ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്. ഈ റൂൾസ് അനുസരിച്ച് റൂൾ 4 ഓഫ് ചാപ്റ്റർ 4 അനുസരിച്ച് ഒരു കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആസ് ടു ഡിവിഡൻസ് ഓർ വോട്ടിംഗ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കമ്പനീസ് ആക്ട് നൽകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളൂ. 2 തരം ഷെയർ ക്യാപിറ്റൽ ആണ് ഒരു കമ്പനിക്ക് ഉണ്ടാവുക. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 2 പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. അതേപോലെ വൈൻഡിങ് അപ്പ് സമയത്ത് ഷെയർ ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോൾ ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവിടെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത എല്ലാ ഷെയർ ക്യാപിറ്റലിനെയും നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളതുണ്ടാവും. അതേപോലെ ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസും ഇഷ്യൂ ചെയ്യാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നോർമലി വോട്ടിംഗ് റൈറ്റ്സ് 4 കാര്യങ്ങൾക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുക. ഒന്ന്, any resolution which directly affects their rights, resolution for winding up, resolution for repayment of equity or preference share capital, resolution for reduction of equity or preference share capital. ഇതിൽ മാത്രമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നോർമലി they will have right to vote on all the resolution. ഓക്കെ, ഇനി നമുക്ക് ഷെയർസിന്റെ ഒരു ചാർട്ട് നോക്കാം. ഷെയർസ് 2 തരം ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് പല വിധത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് ഡിവിഡൻഡിന്റെ ബേസിൽ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ 2 ആക്കി പറഞ്ഞിരിക്കുന്നു.
ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് നമുക്ക് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇത്തരം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഈ വർഷം ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റ്സിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഈ വർഷത്തെ ഡിവിഡൻഡും കൂടെ കൊടുക്കണം. അവർ ക്യുമുലേറ്റീവ് ആണ്. ഇഫ് കറന്റ് ഇയേഴ്സ് പ്രോഫിറ്റ്സ് ആർ ഇൻസഫിഷ്യന്റ് then their dividend rights accumulate if it is not fully paid. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അക്യുമുലേറ്റഡ് ആവും. അപ്പോൾ അവരുടെ ആ ഡിവിഡൻഡ് നമുക്കൊരു കണ്ടിൻജന്റ് ലയബിലിറ്റി പോലെ നിലനിൽക്കും. എന്നിട്ട് അടുത്ത വർഷം പ്രോഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഈ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ്, നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുക്കാനുള്ള അരിയേഴ്സും കൂടെ കൊടുക്കണം. അത്തരം റൈറ്റ്സ് ഉള്ള പ്രിഫറൻസ് ഷെയർസിനെ പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് അല്ലാത്തെല്ലാം നോൺ ക്യുമുലേറ്റീവ് ആണ്. അതായത് ഈ വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അവരുടെ റൈറ്റ് ടു റിസീവ് സച്ച് ഡിവിഡൻഡ് ഫോർ ദാറ്റ് ഇയർ എക്സ്പയേഴ്സ്. ആ വർഷം അവർക്ക് പിന്നെ ഡിവിഡൻഡ് കിട്ടില്ല. പിന്നെ അടുത്ത വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വർഷത്തെ ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലെ ഡിവിഡൻഡ് അക്യുമുലേറ്റ് ചെയ്യില്ല. ഓരോ വർഷത്തെയും ഡിവിഡൻഡ് അതാത് വർഷങ്ങളിൽ ഡിക്ലെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത വർഷങ്ങളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പഴയ വർഷങ്ങളിലെ ഡിവിഡൻഡും കൂടെ ലഭിക്കില്ല. ഓരോ വർഷത്തെ ഡിവിഡൻഡും അതാത് വർഷങ്ങളിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ആ റൈറ്റ്സ് ഓഫ് ഡിവിഡൻഡ് എന്ത് ചെയ്യും, എക്സ്പയറി ആവും. അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർസിനെയാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദി ബേസ് ഓഫ് redeemability, redeemable preference shares and irredeemable preference shares. Redeemable preference shares എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ആ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ആ ഷെയറിന് ഉള്ള എമൗണ്ട് വിൽ റീപേ. The company will repay after the fixed period or even earlier, that is at company's discretion. ആ ഫിക്സഡ് പീരീഡിന് മുമ്പും വേണമെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു പീരീഡ്, ആ പീരീഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ഷെയർ ഹോൾഡേഴ്സും തന്ന എമൗണ്ട് തിരിച്ചു നൽകും. അതിനെയാണ്, അങ്ങനത്തെ ഷെയർസിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ അല്ലാത്ത ഷെയറുകളെ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. പക്ഷെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 55, പുതിയ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 പറയുന്നു ഇർറിഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൾ ഇഷ്യൂ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ redeemable preference shares after the expiry of 20 years from the date of the issue. അതായത് റെഡീമബിൾ ആണെങ്കിൽ തന്നെ 20 വർഷത്തിനുള്ളിൽ റെഡീം ചെയ്യണം. ഇർറെഡീമബിൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് പറയുന്നു നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൾ ഇഷ്യൂ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കമ്പനി ഷാൾ redeem that shares before the expiry of 20 years from the date of issue. ആ കമ്പനി ആ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 20 വർഷത്തിൻ്റെ ഉള്ളിൽ അതിന്റെ ഷെയർസ് എല്ലാം, അതിന് ഷെയർസ് മുതൽ വാങ്ങിയിട്ടുള്ള ക്യാഷ് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ച് കൊടുക്കണം. പക്ഷെ 20 വർഷത്തിൽ കൂടുതലുള്ള റെഡീമബിൾ ഷെയർസും ഇഷ്യൂ ചെയ്യാം. പക്ഷെ അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിനാണെന്നുണ്ടെങ്കിൽ എ കമ്പനി മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ ആഫ്റ്റർ 20 years, 20 വർഷത്തിൽ കൂടുതൽ സമയം നിലനിൽക്കുന്ന റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഫോർ സച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആസ് മേ ബി സ്പെസിഫൈഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിന് പ്രത്യേക റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസിൽ പറയുന്ന പോലെ ഉള്ള
ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. പക്ഷെ 20 വർഷത്തിൽ കൂടുതൽ സമയത്തേക്ക് അത് ഇഷ്യൂ ചെയ്യാം. പക്ഷെ സബ്ജക്ട് ടു സച്ച് റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഷെയർസ് എല്ലാം പ്രിഫറൻസ് ഷെയർസ് എല്ലാം റെഡീമബിൾ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. റെഡീമബിൾ ആണെങ്കിൽ തന്നെ 20 ഇയേഴ്സിനുള്ളിൽ റെഡീം ചെയ്യണം. 20 ഇയേഴ്സിൽ കൂടുതൽ വർഷത്തേക്ക് ഇഷ്യൂ ചെയ്യാം. പക്ഷെ അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് ടു സച്ച് റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി ഓൺ ദി ബേസ് ഓഫ് പാർട്ടിസിപ്പേഷൻ, പ്രിഫറൻസ് ഷെയർസ് ഓൺ ദി ബേസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ദേ വിൽ ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സർപ്ലസ് പ്രോഫിറ്റ് ഇൻ അഡീഷൻ ടു ഫിക്സഡ് ഡിവിഡൻഡ്. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ലഭിക്കുമല്ലോ. ആ ഫിക്സഡ് ഡിവിഡൻഡ് കൂടാതെ തന്നെ ഇനി ബാക്കിയുള്ള പ്രോഫിറ്റ്സ്, കമ്പനിയുടെ ബാക്കിയുള്ള പ്രോഫിറ്റ്സ്, സാധാരണ ആ ബാക്കിയുള്ള പ്രോഫിറ്റ്സ് മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളതാണ്. പക്ഷേ ഇൻ അഡീഷൻ ടു ദ ഫിക്സഡ് ഡിവിഡൻഡ്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയ ഫിക്സഡ് ഡിവിഡൻഡ് കൂടാതെ തന്നെ that preference shareholders will have right to participate in surplus profit. സർപ്ലസ് ഉള്ള പ്രോഫിറ്റ്സിലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം, അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത്തരം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പറയുന്ന പേരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അതായത് അവർക്ക് ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റിൽ ഒരു ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷവും പിന്നീട് അവർക്ക് ബാക്കി വരുന്ന പ്രോഫിറ്റ്സിലും റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ്. അതേപോലെ ഷെയറുമേലുള്ള എമൗണ്ട് കൂടാതെ തന്നെ ദേ വിൽ ഹാവ് റൈറ്റ് ടു റിസീവ് എ പ്രീഡിറ്റർമിൻഡ് പ്രൊപ്പോർഷൻ ഓഫ് സർപ്ലസ്. അങ്ങനെയാണ് അവർക്ക് നേരത്തെ അവർക്ക് ഷെയറുമേൽ ലഭിക്കേണ്ട ഷെയറിന്റെ എമൗണ്ടിനോ കൂടാതെ തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആ സർപ്ലസ് ഉണ്ടാവുന്നതിൽ നിന്നും ഒരു പ്രൊപ്പോർഷൻ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വൈൻഡിങ് അപ്പ് സമയത്തും ലഭിക്കും. ഓക്കെ, അങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സിന് പറയുന്ന പേരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് അവർക്ക് ആ ഫിക്സഡ് ഡിവിഡൻഡ് കൂടാതെ തന്നെ ബാക്കി വരുന്ന പ്രോഫിറ്റ്സിൽ നിന്ന് ഒരു എമൗണ്ട് ലഭിക്കും. അതേപോലെ വൈൻഡിങ് അപ്പ് സമയത്ത് അവരുടെ ഷെയറിന്റെ എമൗണ്ട് ലഭിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രകാരം സർപ്ലസിൽ നിന്ന് ഒരു അഡീഷണൽ ഒരു എമൗണ്ടും കൂടെ ലഭിക്കും. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർക്കും ലഭിക്കും എന്നുള്ളതാണ് ഇത്തരം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേകത. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റിംഗ് അല്ലാത്തതെല്ലാം നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് എന്താ കിട്ടുള്ളൂ? നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതേപോലെ വൈൻഡിങ് അപ്പ് സമയത്ത് അവരുടെ പ്രിഫറൻസ് ഷെയർസിൽ എത്ര എമൗണ്ട് ആണോ ലഭിക്കാനുള്ളത് ആ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കി സർപ്ലസിലൊന്നും ഇവർക്ക് റൈറ്റ്സ് ഇല്ല. അങ്ങനത്തെവരെയാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദി ബേസ് ഓഫ് കൺവെർട്ടിബിലിറ്റി, കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റൈറ്റ് ടു get the shares converted into equity shares at their option. ഇവർക്കൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ പിന്നീട് ഇക്വിറ്റി ഷെയർ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ട്. അത്തരം ഷെയർ ഹോൾഡേഴ്സിനെ പറയാം കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവെർട്ടബിൾ അല്ലാത്ത പ്രിഫറൻസ് ഷെയർസ് എല്ലാം നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇവർക്ക് they will not have any right to convert their shares into equity shares. ഇപ്പൊ ഇന്ത്യയിൽ അൺലെസ് അതർവൈസ് മെൻഷൻഡ് എല്ലാ ഷെയറും നോൺ ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് അല്ല, നോൺ ക്യുമുലേറ്റീവ് ആണ്. അതുപോലെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്, നോൺ കൺവെർട്ടബിൾ ആണ്, റെഡീമബിൾ ആണ്. ഷെയർസ് എല്ലാം നോൺ ക്യുമുലേറ്റീവ് ആണ്, റെഡീമബിൾ ആണ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്, നോൺ കൺവെർട്ടബിൾ ആണ്. അൺലെസ് അതർവൈസ് മെൻഷൻഡ് all preference shares are non-cumulative, non-participating, non-convertible and redeemable in nature. ഇനി ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ക്യാപിറ്റൽ, ഒന്ന് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, issued share capital,
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൊത്തം ഷെയർ ക്യാപിറ്റലിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ്. That will be mentioned in the capital clause of the memorandum of association at the time of registration of the company. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഷെയർ ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മാക്സിമം ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ. ഇതിന് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. ഇതൊരു ലിമിറ്റ് ആണ്. ഇതിനപ്പുറത്തേക്ക് കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, ഇതാണ് മാക്സിമം ക്യാപിറ്റൽ. ഇത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. എല്ലാ കമ്പനിയുടെയും ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്, എത്ര എമൗണ്ട് ആണെന്നുള്ള കാര്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ക്യാപിറ്റലാണ്. അത് എല്ലാ ക്ലാസ് ഓഫ് ഷെയർ ക്യാപിറ്റലിലും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർസ് എത്ര ഓതറൈസ്ഡ്, ഇക്വിറ്റി ഷെയർസ് എത്രയാണ് ഓതറൈസ്ഡ്. പ്രിഫറൻസ് ഷെയർസ് ആകുമ്പോൾ പല ഡിഫറെന്റ് ക്ലാസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും. ഓരോ ക്ലാസിന്റെയും നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. എത്രയാണ് അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതേപോലെ അത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ഷെയർസ് ആണ്, അതിന്റെ പാർ വാല്യൂ, ഫേസ് വാല്യൂ പെർ ഷെയർ, അതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ ഷെഡ്യൂൾ 3 പ്രകാരമാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പാർട്ട് 1 ഷെഡ്യൂൾ 3 പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോ ഷെഡ്യൂൾ 3യുടെ റിക്വയർമെന്റ്സ് ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഈ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. അടുത്ത ക്യാപിറ്റൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മുഴുവനായിട്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യണമെന്നില്ല. എ കമ്പനി നീഡ് നോട്ട് ഇഷ്യൂ ദ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൻഡ് വാട്ട് എവർ ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് സോ ഫാർ ഇഷ്യൂഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓക്കെ, ഒരു കമ്പനി എത്ര ഷെയർസ് ഈ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഇഷ്യൂ ടു ദ പബ്ലിക്, അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയും നമ്മൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്, അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ് എന്നുള്ളത്, പാർ വാല്യൂ എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിലെ മുഴുവൻ പബ്ലിക് വാങ്ങണമെന്നില്ല. That is the portion of the capital, that portion of the issued share capital which is subscribed by the public and that is applied by the public and the company allotted that shares to the public, that is called as subscribed capital. എത്ര നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ചിലപ്പോൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് കമ്പനി അത് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത്രയും ഷെയർസിന്റെ എമൗണ്ട് ആണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെയും നമ്മൾ അതിന്റെ ഫേസ് വാല്യൂ എത്രയാണെന്നുള്ളതും നമ്മൾ പ്രത്യേകം ഡിസ്ക്ലോസ് ചെയ്യണം. ഇവിടെ നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫോർ ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർ കൺസിഡറേഷൻ അതർ ദൻ ക്യാഷ് ഒക്കെ ആയിരിക്കാം. അതെല്ലാം സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, നമ്മൾ ഇഷ്യൂ ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും അതിൽ മുഴുവനായിട്ട് നമ്മൾ കമ്പനി പേയ്മെന്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടാവില്ല. കമ്പനി ജനറലി റിസീവ് ഇഷ്യൂ പ്രൈസ് ഇൻ ഇൻസ്റ്റാൾമെന്റ്. പല ഘട്ടമായിട്ടായിരിക്കും കമ്പനി ഷെയർസിന്റെ പൈസ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ എത്ര അതിൽ നമ്മൾ കോൾഡ് അപ്പ്, ഡിമാൻഡഡ് ഫോർ പേയ്മെന്റ്, എത്ര എമൗണ്ട് നമ്മൾ പേയ്മെന്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്തു, അതിനെയാണ് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ പോർഷൻ ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ദി ഷെയർസ് വിച്ച് ഹാസ് ഡിമാൻഡഡ് ഓർ കോൾഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഇസ് നോൺ ആസ് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, സബ്സ്ക്രൈബ്ഡിൽ നിന്ന് കോൾഡ് അപ്പ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺകോൾഡ് പറയാം. ഓക്കെ, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടില്ല, കുറച്ച് എമൗണ്ടേ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇനിയും ഡിമാൻഡ് ചെയ്യാനുള്ളതിനെ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. പേയ്മെന്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്തതിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനിയും ഡിമാൻഡ് ചെയ്യാൻ ബാക്കിയുള്ളതിനെ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. Uncalled capital എന്ന് പറഞ്ഞാൽ that is the difference between subscribed capital and called up capital. Next, paid up capital.
നമ്മൾ കാൾ ചെയ്തെങ്കിലും എല്ലാ ഷെയർ ഹോൾഡേഴ്സും പേയ്മെന്റ് തരണം എന്നില്ല. ഓക്കെ, ചില ഷെയർ ഹോൾഡേഴ്സ് മേ ഫെയിൽ ടു പേ ദ എമൗണ്ട് ഫുള്ളി ഓർ പാർഷ്യലി. അങ്ങനത്തേതിനെ പറയും നമുക്ക് കോൾസ് ഇൻ അരിയർ എന്ന് പറയും, അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾസ് എന്ന് പറയും. പേയ്മെന്റ് തരാൻ ഡീഫോൾട്ട് വരുത്തിയാൽ അത്രയും എമൗണ്ടിന് നമ്മൾ കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾസ് എന്ന് പറയാം. അപ്പോൾ പേ ചെയ്തതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്തത്? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ദ കോൾസ് ഇൻ അരിയർ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയർ is known as paid up capital. ഇനി റിസർവ് ക്യാപിറ്റൽ, നമ്മൾ കമ്പനീസ് ആക്ടില് സെക്ഷൻ 65 ഒരു ഓപ്ഷൻ തരുന്നുണ്ട് കമ്പനിക്ക്. എ കമ്പനി മേ ഡിസൈഡ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കാം എ certain portion of the its subscribed capital uncalled capital shall not be called except in the event of winding up of the company. ഒരു കമ്പനി ഒരു മീറ്റിംഗിൽ റെസൊല്യൂഷൻ കൂടി തീരുമാനിക്കുകയാണ്. they will call a certain portion of the uncalled capital. ഇനിയും വിളിക്കാനുള്ള ക്യാപിറ്റലിലെ കുറച്ച് ഭാഗം അവർ എപ്പോഴേ വിളിക്കുകയുള്ളൂ? they will call in the event of winding up. കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വിളിക്കുകയുള്ളൂ. അങ്ങനെ റിസർവ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക് കുറെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം, അതിൽ കുറച്ച് എമൗണ്ട് കോൾ ചെയ്തിട്ടുണ്ട്, ഇനിയും അൺകോൾഡ് എമൗണ്ട് ഉണ്ട്, വിളിക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ കമ്പനി റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, ദിസ് certain portion of this uncalled capital will be called by the company only in the event of winding up. കമ്പനി നിർത്തലാക്കാൻ വേണ്ടി പോകുന്ന വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി വെച്ചിരിക്കുന്ന, കമ്പനി ലിക്വിഡേഷൻ സമയത്ത് മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി വെച്ചിരിക്കുന്ന ആ പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റിസർവ് അല്ല, റിസർവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് റിസർവ് ക്യാപിറ്റൽ ആണ്, സെക്ഷൻ 65 ഓഫ് ദ കമ്പനീസ് ആക്ട്. ഓക്കെ, ഇനി ഒരു കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് ഓർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് വാങ്ങിക്കൊണ്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ക്യാഷ് അല്ലാത്ത വേറെ ഏതെങ്കിലും സംഭവങ്ങൾക്ക് പകരമായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഷെയർസ് ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമുക്ക് ആദ്യം ഷെയർസ് ഇഷ്യൂ ഫോർ ക്യാഷ് നോക്കാം. ക്യാഷിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയറിന്റെ എമൗണ്ട് 10 rupees ആണെങ്കിൽ ആ ഷെയർ 10 rupeesന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഷെയറിന്റെ എമൗണ്ട് 10 rupees ആണെങ്കിൽ ആ 10 rupeesന് തന്നെ ആ ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, അറ്റ് ഫേസ് വാല്യൂ. ഇനി ഷെയറുകൾ പ്രീമിയത്തിൽ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. അതായത് നല്ല കമ്പനികളാണെങ്കിൽ 10 രൂപയുടെ ഷെയർ 15 രൂപക്കോ 20 രൂപക്കോ 50 രൂപക്കോ വേണമെങ്കിൽ അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിൽ പറയുന്നതിനനുസരിച്ച് സബ്ജക്ട് ടു റൂൾസ്, സബ്ജക്ട് ടു ഗൈഡ് ലൈൻസ്, സെബി റെഗുലേഷൻസ് ഒക്കെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം ഷെയർസ് അറ്റ് പ്രീമിയം. ഒരു ഷെയർ അതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ, നോമിനൽ വാല്യൂവിനേക്കാൾ കൂടിയ എമൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ഇനി കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത് കമ്പനീസ് ആക്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 53 ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് സെക്ഷൻ 53 പറയുന്നുണ്ട്, എ കമ്പനി cannot issue shares at discount except swept
സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ അല്ലാത്ത ഒരു ഷെയറും കമ്പനി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. സെക്ഷൻ 53 ഓഫ് ദ കമ്പനീസ് ആക്ട്. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്? കമ്പനിയുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ അറ്റ് എ ഡിസ്കൗണ്ട് ഓർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫോർ പ്രൊവൈഡിംഗ് their know-how or intellectual property or value addition or whatever name called. കമ്പനി അതിന്റെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 88 എന്ന് പറയുന്ന സെക്ഷനിൽ അത് പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 88 ഇതിലാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സബ്ജക്ട് ടു റൂൾസ്, കമ്പനീസ് ആക്ടിൽ പറയുന്ന റൂൾസിനനുസരിച്ച് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അല്ലാതെ ഒരു ഷെയറും ഇഷ്യൂ ചെയ്യരുത്, ഷെയറിൽ ഇഷ്യൂ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യരുതെന്ന് സെക്ഷൻ 53 പറയുന്നുണ്ട്. പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. നോ കമ്പനി ഷാൾ ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് ഉണ്ട്, പെനാൽറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്. ഓക്കെ, സെക്ഷൻ 53 അത് പ്രോഹിബിറ്റ് ചെയ്യുന്നു കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. പക്ഷെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, വില കൂട്ടി ഇഷ്യൂ ചെയ്യാം. എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ? ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രൈസ് മോർ ദാൻ ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ്. നല്ല ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി, വെൽ മാനേജ്ഡ് കമ്പനിയുടെ ഷെയറുകൾ പാർ വാല്യൂവിനേക്കാളും കൂടിയ വിലക്ക് വാങ്ങാൻ ആളുകൾ ഉണ്ടാവും. 100 രൂപയുടെ ഷെയർ 150 രൂപക്കും 200 രൂപക്കും 500 രൂപക്കൊക്കെ വാങ്ങാൻ ആളുകൾ റെഡി ആയിരിക്കും. അത്തരം ഷെയറുകളെയാണ് അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യണം എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് കമ്പനീസ് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പ്രീമിയത്തില് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീമിയം എമൗണ്ട് സെക്ഷൻ 52 പറയുന്ന ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഒരു ഷെഡ്യൂൾ 3 പ്രകാരം റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കണം. ഒരു കമ്പനി കളക്റ്റഡ് പ്രീമിയം ഷെയർസ് പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷാൾ ബി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അത് ഷെയർ ക്യാപിറ്റലിന്റെ പാർട്ടല്ല, ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. പക്ഷെ അത് നമ്മൾ ഒരു പ്രത്യേക ഗെയിൻ ആയതുകൊണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പറയുന്ന ഹെഡിൽ സെപ്പറേറ്റ്ലി നമ്മൾ കാണിക്കണം സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കാണിക്കണം. നേരത്തെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്സ് എന്നായിരുന്നു, പിന്നീട് അത് ഷെഡ്യൂൾ 3 അമെൻഡ് ചെയ്തു സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മളത് സെപ്പറേറ്റ്ലി റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഒരു മൂന്നാമത്തെ ആയിട്ട് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടില് പ്രത്യേകം കാണിക്കണം. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് അത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം അറ്റ് പാർ, ഫേസ് വാല്യൂന് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഷെയറിന്റെ എമൗണ്ട് ഒന്നിച്ച് ഒറ്റ എമൗണ്ട് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വാങ്ങിക്കാം. amount may received in full in a one lump sum, ഒറ്റ എമൗണ്ട് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ may be received in installment. Okay, shares നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. shares issued at par and the amount is payable in full in lump sum. നമ്മൾ 100 രൂപയുടെ ഷെയർ 100 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യാണ്. 100 രൂപയും ഒന്നിച്ച് തന്നെ ഒറ്റ എമൗണ്ട് ആയിട്ട് അപ്ലിക്കേഷന്റെ കൂടെ തന്നെ കളക്ട് ചെയ്യാണ്. shares issued at par and the amount is payable in full in one lump sum. നോക്കാം എങ്ങനെയാണ് അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് അപ്ലിക്കേഷൻ മണി. അപ്പൊ നമ്മളെ കയ്യിലേക്ക് പൈസ വരികയാണ്. ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. ഷെയറിന്റെ എമൗണ്ട് എല്ലാം ഷുഡ് ബി കളക്റ്റഡ് ത്രൂ ബാങ്ക് വഴി വേണം അത് കളക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അല്ല, ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. amount is receiving
ക്യാഷ് ബാങ്ക് ബാലൻസ് കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഷെഡ്യൂൾഡ് ബാങ്കിലെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. whenever a company collect share application money that should be kept in a separate account in a scheduled bank. കമ്പനീസ് ആക്ടില് ചാപ്റ്റർ 3 ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷെയർ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുമ്പോൾ that should be kept in a separate bank account in a scheduled bank എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്തു, എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ, മുഴുവൻ എമൗണ്ടും ഒന്നിച്ച് ഒരു ലംസമായിട്ട് കളക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് ഷെയർ കൊടുക്കും. ഈ ആപ്ലിക്കേഷൻ മണിയിലെ കൂടെ തന്നെ മുഴുവൻ എമൗണ്ട് കിട്ടി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മണിയെ ഇനി നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് അതിനെ ഷെയർ ക്യാപിറ്റലാക്കി മാറ്റണം. അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യാം, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പാറില്, അതായത് 10 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ 100 രൂപക്ക് തന്നെ കൊടുക്കുന്നു, 10 രൂപയുടെ ഷെയർ 10 രൂപക്ക് തന്നെ കൊടുക്കുന്നു, മുഴുവൻ എമൗണ്ടും ഒന്നിച്ച് തന്നെ കളക്ട് ചെയ്യുന്നു. അപ്പൊ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എഴുതുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ. എന്നിട്ട് അവർക്ക് നമ്മൾ ഷെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. അപ്പൊ ഈ ആപ്ലിക്കേഷൻ എമൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കളയുക. നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഡെബിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ എന്തിലേക്ക് മാറ്റുക? ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണെന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയണം. ഇത് ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. റൈറ്റ്, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എൻട്രി ആണ്. Next, shares issued at par. The amount is payable in installment. നമ്മൾ ഷെയറുകൾ ഇഷ്യൂ നോർമലി നമ്മൾ ഒന്നിച്ച് എമൗണ്ട് കളക്ട് ചെയ്യില്ല, പല പല ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും. കുറച്ച് എമൗണ്ട് ആപ്ലിക്കേഷൻ മണി, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെന്റ് മണി, ദെൻ ഫസ്റ്റ് കോൾ മണി, സെക്കൻഡ് കോൾ മണി, ഫൈനൽ കോൾ മണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മളിങ്ങനെ കളക്ട് ചെയ്യും. ഇതാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് issued at par and the amount is payable in installment. Okay, അപ്ലിക്കേഷൻ മണി എത്ര എമൗണ്ട് കളക്ട് ചെയ്യണം എന്നുള്ളത് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. അത് അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂയുടെ ഫേസ് വാല്യൂയുടെ 5% അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യണമെന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. സെബിയുടെ ഗൈഡ് ലൈൻസ് വേറെയും ഉണ്ട്. ഓക്കെ, 25% ഓഫ് ദി ഇഷ്യൂ പ്രൈസ് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യണമെന്ന് പറയുന്ന സെബി ഗൈഡ് ലൈൻസും ഉണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻ മണി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ദ ഷെയർസ്. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ് അപ്ലിക്കേഷൻ മണി. നെക്സ്റ്റ് വരുന്ന എല്ലാവർക്കും അപ്ലിക്കേഷൻ തന്ന എല്ലാവർക്കും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്നില്ല. കമ്പനി മീറ്റിംഗ് കൂടി തീരുമാനിച്ച് എത്ര ഷെയർസ് അലോട്ട് ചെയ്യണം, ആർക്കൊക്കെ അലോട്ട് ചെയ്യണം തീരുമാനിക്കും, അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നീട് അവരെന്ന് കോൾസ് ഡിമാൻഡ് ചെയ്യും. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള് ഡിമാൻഡ് ചെയ്യും, ഫൈനൽ കോള് ഡിമാൻഡ് ചെയ്യും. ഓക്കെ, ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു. നേരത്തെ ഇട്ട് അതേ എൻട്രിയാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്ത അതേ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ മണി കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ തന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഷെയർ കൊടുക്കണമെന്നില്ല. ചില ആളുകൾക്ക് മാത്രമേ നമ്മൾ ഷെയർ കൊടുക്കുള്ളൂ. ചിലപ്പോൾ കുറേ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും, പക്ഷെ ചില ആളുകൾക്ക് മാത്രമേ നമ്മൾ ഷെയർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത്രയും ഷെയർ ആപ്ലിക്കേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ കിട്ടിയത് മുഴുവൻ ഇവിടെ കിടക്കണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ആപ്ലിക്കേഷൻ. ഈ ഷെയർ ആപ്ലിക്കേഷനിൽ എത്ര എമൗണ്ടിന്റെ ഷെയർ ആണ് നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി നമ്മൾ അപ്ലിക്കേഷൻ തന്ന എല്ലാവർക്കും കൊടുക്കണമെന്നില്ല. ചില ആളുകളുടെ നമ്മൾ റിജക്ട് ചെയ്യും, അവരുടെ അപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കും. അപ്പൊ അത്രയും അപ്ലിക്കേഷൻ മണി ഡെബിറ്റ് ചെയ്യുക, അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. 3 എൻട്രികളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ആദ്യം അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ചിലവർക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവരുടെ ഷെയർ ആപ്ലിക്കേഷനെ ഡെബിറ്റ് ചെയ്തു, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണെന്ന് പ്രത്യേകം പറയണേ. ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി, പ്രിഫറൻസ് ആണെങ്കിൽ പ്രിഫറൻസ് എന്ന് പ്രത്യേകം പറയണം. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ എമൗണ്ട് തിരിച്ചു കൊടുത്തു, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എവിടെ നിന്നാണ്, ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആപ്ലിക്കേഷൻ മണി വന്നത് അതേ അക്കൗണ്ടിലേക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. The share application money should be refunded to the same bank account
ഫ്രം വേർ ദ ആപ്ലിക്കേഷൻ മണി ഈസ് റിസീവ്ഡ്. ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തത്, ആ അക്കൗണ്ടിൽ, ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം എന്നാണ്. ഈ ഷെയർ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉടൻ ഉപയോഗിക്കാനൊന്നും പാടില്ല. അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കമ്പനിക്ക് അത് ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. അതുവരെ അത് ഷുഡ് ബി ക്യാപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് മണി നമ്മൾ ഡ്യൂ ആക്കണം. അലോട്ട് ചെയ്തപ്പോൾ നമ്മൾ ഷെയർ ആപ്ലിക്കേഷനിലെ അത്രയും എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ഇനി അലോട്ട്മെന്റ് സമയത്ത് ഒരു എമൗണ്ട് നമുക്ക് തരണം, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് തരണം. ആ എമൗണ്ട് ഡ്യൂ ആക്കുന്നത് ഇങ്ങനെയാണ്: ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ ഡിമാൻഡ് ചെയ്യണം, അലോട്ട്മെന്റ് മണി ഡിമാൻഡ് ചെയ്യണം. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അലോട്ട്മെന്റ് മണി നമ്മൾ ഡിമാൻഡ് ചെയ്യണം, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പൊ അവര് നമുക്ക് പൈസ തരും. ഇപ്പൊ എന്താണ്, പൈസ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഈ അലോട്ട്മെന്റ് ക്യാൻസൽ ആവും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. നമ്മൾ ആദ്യം ഡിമാൻഡ് ചെയ്തു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു എമൗണ്ട്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് ഡ്യൂ ആക്കിയതാണ്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ച എമൗണ്ടിനെ ക്യാൻസൽ ചെയ്യണം. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഇതേപോലെ തന്നെ ഫസ്റ്റ് കോള് ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റ് കോള് വിളിക്കുമ്പോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇത് ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ചെയ്തപോലെ തന്നെ ഇവിടെ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. സെക്കൻഡ് കോൾ ഡ്യൂ ആവുമ്പോഴും ഇതേപോലെ തന്നെ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് കിട്ടുമ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സെക്കൻഡ് കോൾ. ഫൈനൽ കോൾ അങ്ങനെ തന്നെ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ഓ നമ്മൾ ഇത്രയാണ് നോക്കിയത്. ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. എല്ലാവർക്കും നമ്മൾ കൊടുക്കണം എന്നില്ല, ചില ആളുകൾക്ക് മാത്രം അലോട്ട് ചെയ്യുള്ളൂ. അലോട്ട് ചെയ്യുമ്പോൾ ഷെയർ ഇത്രയും ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അലോട്ട് ചെയ്ത് കൊടുക്കാത്ത അവരുടെയൊക്കെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമ്മൾ അധികകാലം ഈ ആപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ആ എമൗണ്ട് നമ്മൾ റിജക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനെ ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട് കണക്കാക്കും. ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കമ്പനീസ് ആക്ടില് ചാപ്റ്റർ 5 ഒരുപാട് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനീസ് എന്ന് പറയുന്ന കുറെ ഫോർമാലിറ്റീസ് എല്ലാം അപ്ലിക്കബിൾ ആവും. അതുകൊണ്ട് ഷെയർ ആപ്ലിക്കേഷൻ മണി നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അലോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ മണി നമ്മൾ പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ്സ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, റീഫണ്ട് ചെയ്തു, അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കി, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ അലോട്ട്മെന്റ്. ഫസ്റ്റ് മണി ഡ്യൂ ആക്കി, ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. റിസീവ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫസ്റ്റ് കോൾ. ഫൈനൽ സെക്കൻഡ് കോൾ ഡ്യൂ ആയി, സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് റിസീവ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സെക്കൻഡ് കോൾ. ഫൈനൽ കോൾ ഡ്യൂ ആയി, ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫൈനൽ കോൾ റിസീവ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫൈനൽ കോൾ. ഇനി ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ? ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് അത് അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടിയ പ്രൈസ് ആണ്. ഷെയറിന്റെ പ്രൈസ് 125 ആവാം ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചിലപ്പോൾ 100 രൂപയായിരിക്കും. ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് 125, അതിന്റെ ഫേസ് വാല്യൂ 100 രൂപ. ഇതിനാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പൊ ഇവിടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്രീമിയം എമൗണ്ട് 25 രൂപയാണ് പ്രീമിയം എമൗണ്ട്. ഈ പ്രീമിയം എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട്. പ്രീമിയം എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്.
25 രൂപ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അത് നേരെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യരുത്, അത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട് ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 3 റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ കാണിക്കണം സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ഈ പ്രീമിയം എമൗണ്ട് നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ കൂടെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയുടെ കൂടെ കളക്ട് ചെയ്യാം. നോർമലി അത് അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് കളക്ട് ചെയ്യാറ്. അപ്ലിക്കേഷൻ മണിയുടെ കൂടെയും വേണമെങ്കിൽ കളക്ട് ചെയ്യാം, ഏത് കോളേജിന്റെ കൂടെയും വേണമെങ്കിൽ അത് കളക്ട് ചെയ്യാം. നോർമലി സാധാരണ അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് പൊതുവെ എല്ലാവരും കളക്ട് ചെയ്യാറ്. ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ പ്രീമിയം കളക്ട് ചെയ്താൽ എങ്ങനെയാണ് എൻട്രി എന്ന് നോക്കാം. നമുക്ക് എമൗണ്ട് കിട്ടുകയാണ് 125 രൂപ വെച്ച് കിട്ടുകയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 125 ടു ഷെയർ ആപ്ലിക്കേഷൻ 125. പക്ഷെ ഈ 125 നമുക്ക് കിട്ടിയെങ്കിലും അതിൽ 100 രൂപ മാത്രമാണ് ഷെയർ ക്യാപിറ്റലിലേക്ക്, 25 രൂപ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. 25 രൂപ സെക്യൂരിറ്റി പ്രീമിയമോട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അപ്പൊ എൻട്രി എന്താണ്? ഫസ്റ്റ് എമൗണ്ട് നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ, അപ്ലിക്കേഷൻ മണിയുടെ കൂടെ തന്നെ മുഴുവൻ എമൗണ്ടും കളക്ട് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 125 ടു ഷെയർ ആപ്ലിക്കേഷൻ 125. അത് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു. ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 125 ടു ഷെയർ ക്യാപിറ്റൽ 100 ടു സെക്യൂരിറ്റി പ്രീമിയം 25. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒന്നിച്ച് ആവണം എന്നില്ല. ചിലപ്പോ 125 രൂപ എന്ന് പറയുന്നത് നമ്മൾ 50 രൂപ അപ്ലിക്കേഷൻ, 25 രൂപ അലോട്ട്മെന്റ്, 25 രൂപ ഫസ്റ്റ് കോൾ, 25 രൂപ ഫൈനൽ കോൾ, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ 50 ചിലപ്പോൾ എന്തുണ്ടാവും, സെക്യൂരിറ്റി പ്രീമിയം കൂടെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 50 ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 50 ടു ഷെയർ ആപ്ലിക്കേഷൻ 50, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 50. ഇതിൽ 25 രൂപ മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ, 25 രൂപ സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, നമ്മൾ ഷെയറിന്റെ എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. 50 രൂപ ഷെയർ ആപ്ലിക്കേഷൻ, ഇതിൽ ഈ 50ൽ 25 പ്രീമിയം ആയിരിക്കാം. പിന്നെ 25 രൂപ അലോട്ട്മെന്റ്, 25 രൂപ ഫസ്റ്റ് കോൾ, 25 രൂപ ഫൈനൽ കോൾ. ഇനി പ്രീമിയം അലോട്ട്മെന്റിന്റെ കൂടെ പ്രീമിയം കളക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ 25 ആണ്, അലോട്ട്മെന്റ് എമൗണ്ട് 50 രൂപയാണ്. ഈ അലോട്ട്മെന്റിലാണ് സെക്യൂരിറ്റി പ്രീമിയം കിടക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെ എൻട്രി ഇടും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 25 ടു ഷെയർ ആപ്ലിക്കേഷൻ 25, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 25 ടു ഷെയർ ക്യാപിറ്റൽ 25. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ഇല്ല. എന്നിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം കളക്ട് ചെയ്യുന്നത് അലോട്ട്മെന്റ് കൂടെയാണ്. അപ്പൊ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കുകയാണ്. 50 രൂപ അലോട്ട്മെന്റ് മണി തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 50, അതില് 25 രൂപ അലോട്ട്മെന്റ് മണിയും 25 രൂപ അതിന്റെ പ്രീമിയം ആണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 50 ടു ഷെയർ ക്യാപിറ്റൽ 25 ടു സെക്യൂരിറ്റി പ്രീമിയം 25. എന്നിട്ട് അവരെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. നമ്മൾക്ക് ഇപ്പോൾ 50 രൂപ കിട്ടും. ഈ ചോദിച്ച 50 രൂപ കിട്ടും. അതിൽ 25 രൂപ ഷെയർ ക്യാപിറ്റലും 25 രൂപ പ്രീമിയമാണ്. എമൗണ്ട് കിട്ടുന്നു 50 റുപ്പീസ്. നമ്മൾ നേരത്തെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 50നെ ക്രെഡിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. അപ്പോൾ പ്രീമിയം എമൗണ്ട് നമ്മൾ അലോട്ട്മെന്റ് മണിയുടെ കൂടെ കളക്ട് ചെയ്യുമ്പോൾ എൻട്രി, അത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കുക. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്, അത് ഫുൾ സബ്സ്ക്രിപ്ഷൻ ആവാം,
അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവാം, ഓവർ സബ്സ്ക്രിപ്ഷൻ ആവാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എല്ലാം ചാനൽ സബ്സ്ക്രൈബ്